2017 ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് ശ്രീരാമന് സമർപ്പിച്ചു. ഇന്ന് എന്റെ സർക്കാർ 8ാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു വലിയ രാമക്ഷേത്രം നിർമ്മിച്ചത് ഭാഗ്യമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ. രാമക്ഷേത്ര സന്ദർശനത്തിനുള്ള ക്ഷണം സമാജ്വാദി പാർട്ടി അധ്യക്ഷനും യുപിയിലെ പ്രതിപക്ഷ നേതാവുമായ അഖിലേഷ് യാദവ് നിരസിച്ചത് യോഗിയെ ചൊടിപ്പിച്ചത് കുറച്ചൊന്നുമല്ല. വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്ന ഭയം മൂലം അയോധ്യ സന്ദർശിക്കാനുള്ള സ്പീക്കറുടെ ക്ഷണം അഖിലേഷ് നിരസിക്കുകയാണ് ചെയ്തത് എന്ന് യോഗി ആദിത്യനാഥ് നിയമസഭയിൽ ആഞ്ഞടിച്ചിരുന്നു. രാമനെ നിരസിച്ചതിലുള്ള നീരസം യോഗി തീർത്തത് തന്റെ സർക്കാർ മൂലം സംസ്ഥാനത്തുണ്ടായ നേട്ടങ്ങൾ എണ്ണിപ്പറയാനുള്ള ആർജവം കാണിച്ചായിരുന്നു. പിന്നെ അദ്ദേഹം അഖിലേഷിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ഫെബ്രുവരി 11-ാം തീയതി, അതായത് ഇന്ന്, എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാനുള്ള സ്പീക്കർ സതീഷ് മഹാനയുടെ ക്ഷണം സമാജ്വാദി പാർട്ടി നിരസിച്ചത് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് ഓർത്താണ്. നിങ്ങൾ സ്പീക്കറുടെ ഓഫർ ഇതിനകം നിരസിച്ചു. നിങ്ങൾക്ക് അയോധ്യയിൽ പോകാൻ താല്പര്യമില്ല. നിങ്ങൾ പലപ്പോഴും ബ്രിട്ടനിലേക്ക് പോകും. ആരാണ് നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. സമാജ്വാദി പാർട്ടിയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ ഭാരതം മാറിയതിൽ അഖിലേഷ് യാദവിന് പ്രശ്നങ്ങളുണ്ട് എന്നും യോഗി ചൂണ്ടിക്കാണിച്ചു. കൂടാതെ ഉത്തർപ്രദേശ് 1ാമത് എത്തുന്നതിലും അഖിലേഷിന് പ്രശ്നമുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. മഥുരയിലും വൃന്ദാവനത്തിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സമാജ്വാദി പാർട്ടി സർക്കാർ കാശി പൂട്ടി, മഥുരയിലെ ജനസ്ഥാന് പിന്നിലുള്ള ഒരു പാർക്കും പൂട്ടി. പക്ഷേ ഞങ്ങളുടെ സർക്കാർ ഈ 2 പൂട്ടുകളും തുറന്നു, യോഗി പറഞ്ഞു. 1993-ലെ മുലായം സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഗ്യാൻവാപി പള്ളിയിലെ നിലവറയിലെ പ്രാർത്ഥന നിർത്തിവെച്ചത്. എന്നാൽ വാരണാസി കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈയിടെ നിലവറയുടെ പൂട്ടുകൾ തുറക്കുകയും പ്രാർത്ഥന അനുവദിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനു പുറമെ അഖിലേഷ് യാദവ് തന്റെ ഭരണകാലത്ത് സംസ്ഥാനത്തെ ദരിദ്രമാക്കിയെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. നിങ്ങൾ ഭരിച്ച 5 വർഷവും തികഞ്ഞ പരാജയങ്ങളാണ് സംസ്ഥാനത്തിന് നൽകിയത്. പക്ഷേ ഞങ്ങളിപ്പോൾ സുരക്ഷിതമായ ഒരു സംസ്ഥാനമാക്കി മാറ്റി. നിങ്ങൾ ദശലക്ഷക്കണക്കിന് പണം കൊള്ളയടിച്ചപ്പോൾ ഞങ്ങൾ സംസ്ഥാനത്തിന് 1,00,000 കോടിയാണ് നൽകുന്നത് എന്ന് UP നിയമസഭയിൽ അദ്ദേഹം യാദവിനോടായി പറഞ്ഞു. കൂടാതെ ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന നൽകിയതിനെ ആദിത്യനാഥ് സ്വാഗതം ചെയ്തു. ചൗധരി ചരൺ സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രി എന്ന നിലയിലും രാജ്യത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മറക്കാനാവുന്നതല്ല. അദ്ദേഹത്തിന്റെ ബഹുമതി രാജ്യത്തെ കർഷകരുടെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കർഷകർ ഇന്ന് സർക്കാരിന്റെ നയങ്ങളിൽ ആകൃഷ്ടരാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷികളായ FPയും RLDയും തമ്മിലുള്ള വിള്ളലുകളെയും ആദിത്യനാഥ് പരിഹസിച്ചു. കൂടാതെ 2017 ഞങ്ങൾ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് ശ്രീരാമന് സമർപ്പിച്ചുവെന്നും ഇന്ന് സർക്കാർ 8ാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു വലിയ രാമക്ഷേത്രം നിർമ്മിച്ചത് ഭാഗ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിനിടെ തന്റെ സർക്കാർ സംസ്ഥാനത്തിന്റെ GDP ഇരട്ടിയാക്കി. നേരത്തെ UP 8% മാത്രമാണ് സംഭാവന നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് 9.2% സംഭാവന ചെയ്യുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് 2017 മുമ്പുള്ളതിനേക്കാൾ 19% നിന്നും ഇപ്പോൾ 2.4% നിന്നും കുറഞ്ഞു. UPയിലെ മെച്ചപ്പെട്ട നിക്ഷേപ അവസരങ്ങളുടെ ഫലമാണിത് എന്നും ആദിത്യനാഥ് പറഞ്ഞു. UPക്ക് 1ാം നമ്പർ സംസ്ഥാനമാകാനുള്ള കഴിവുണ്ടായിരുന്നു. യുവാക്കൾക്ക് മുൻപും കഴിവുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ നേതൃത്വമാണ് പരാജയപ്പെട്ടത്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു കാഴ്ചപ്പാടും പരിശ്രമവും ഉണ്ടായിരുന്നില്ല. അവരുടെ മുൻഗണന യുവാക്കളോ സ്ത്രീകളോ ദരിദ്രരോ അല്ല, മറിച്ച് അവരുടേതായിരുന്നു എന്നും സമാജ്വാദി പാർട്ടിയുടെ മുൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആദിത്യനാഥ് പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.